ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട ഹമേസ് ഉണ്ടോ, ഹമേസ് ഡാഷ്ബോർഡ് ഇറക്കാൻ പോവാണ്. എ സിക്ക് ലീക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എ സി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല, അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ കൂളിംഗ് ഓയിൽ ബ്ലോക്കാണ്. കൂളിംഗ് ഓയിൽ ബ്ലോക്കാല കാരണം ഇതിനകത്ത് എ സി ഫിറ്റില്ല കേട്ടോ. എ സി ഫിറ്റില്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്ക് കയറി പിടിച്ചിട്ടുണ്ട്, ലാസ്റ്റിങ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഡാഷ്ബോർഡ് അയക്കണം, കൂളിംഗ് ഓയിൽ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലോ ബോക്സും കാര്യങ്ങളും അയക്കുന്നുണ്ട്. ജസ്റ്റ് താഴേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് താഴേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോരും. ഓക്കെ, നമ്മൾ ഗ്ലോ ബോക്സ് അയച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് അഴിക്കാലിതാ ഈ ഗിയർ ലിവറിൻ്റെ അടുത്ത് ഈ കൺസോൾ കേട്ടോ. ഈ കൺസോൾ അയച്ച് മാറ്റണം. ഈ കൺസോളിന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, ആ സ്ക്രൂ ഫസ്റ്റ് അയക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഉണ്ട്, അതിൻ്റെ അടിയിലൊരു ചെറിയൊരു കാർണിഷ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുക്കുക കേട്ടോ. ഇതുണ്ടോ ഇത്, അതൊന്ന് അയച്ച് മാറ്റുക. പിന്നെ ഇത് അഴിക്കണ്ട കേട്ടോ, അഴിക്കേണ്ട. ഗിയർ ലിവറിൻ്റെ നോബ് ജസ്റ്റ് തിരിച്ചെടുത്താൽ മതി. പിന്നെ അവിടെ സോക്കറ്റും കാര്യങ്ങളുണ്ട്, അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊന്ന് വിടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഗാർണിഷ് നമ്മൾ ജസ്റ്റ് കണക്ട് കൊണ്ടൊന്ന് തോണ്ടിയെടുക്കുക കേട്ടോ. ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്താൽ മതി, നല്ലൊരു കണക്ട് വെച്ചിട്ട്, അതാണ് പോരും. ഓക്കെ, അപ്പോൾ അത് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. അതിന് മുന്നേ ആ ഗിയർ ലിവറിൻ്റെ നോബ്, അത് ജസ്റ്റ് തിരിച്ചാൽ ത്രെഡാണ്, ത്രെഡ് ടൈപ്പാണ്. തിരിച്ചു കൊടുത്താൽ തിരിച്ച് അത് മാറ്റിയേക്കാം. എന്താ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ അഴിക്കുക. അതേപോലെ തന്നെ അപ്പർ സൈഡും ബട്ടൺ ഉണ്ട് കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് തിക്കി എടുത്താൽ മതി. ക്ലിപ്പ് ബട്ടണാണ്, ജസ്റ്റ് കണക്ട് കൊണ്ട് തിക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ബട്ടൺ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൺസോളിൻ്റെ മുകളിലേക്ക് പൊക്കിയെടുക്കാം കേട്ടോ. പൊക്കിയെടുക്കുന്നതിന് മുന്നേ ഇതാ നമ്മളെ സോക്കറ്റ് ഉണ്ട് കേട്ടോ, അതായത് മൊബൈൽ ചാർജറിൻ്റെ ഒക്കെ സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റ് ജസ്റ്റ് ഉള്ളിൽ നിന്ന് അഴിച്ചെടുത്താൽ മതി. അതിനുശേഷം അവിടെ ഒരു കേബിളുണ്ട്, ആ കേബിൾ ഇതാ ആ ഒരു റബ്ബർ ബീഡിങ് ഉണ്ട്, അത് ജസ്റ്റ് ഉള്ളിലേക്ക് കുത്തി കൊടുത്തിട്ട് അത് മാറ്റി കൊടുത്താൽ മതി. അതിന് ശേഷം ഇതാ കൺസോളും പതിയെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് കഴിക്കാനുള്ളത് ഈ ഗിയർ ലിവറിൻ്റെ കൺസോളും കാര്യങ്ങളും അയക്കണം. പിന്നെ ആ വയറിങ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അവിടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും കേട്ടോ, ജസ്റ്റ് ഒരു ക്വാർട്ടർ പിന്ന്, ആ ക്വാർട്ടർ പിന്ന് ഊരി മാറ്റുക. പിന്നെ ഈ ലോക്ക് ഊരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് സൈഡിൽ നിന്ന് തിക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഭാഗത്തു നിന്ന് മൈനസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കറക്കുക. ഞാൻ കാണിച്ചു തരാം. പൊട്ടിക്കത് അവിടെ വീണ്ടും കൊണ്ടെത്തിക്ക് പൊട്ടിക്കുക. ഇവിടെ ഒരു ഗാഡി ഉണ്ടായിരിക്കും, അതിൽ മൈനസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പുറത്തൊന്ന് ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് തിരിച്ചും കൊടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ലോക്ക്. ഇങ്ങനെ നേരെ പൊക്കി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ കേബിൾ ഇന്ന് അഴിക്കുക കേട്ടോ. ഇനി മറ്റേ കേബിളുണ്ട്, അതിൻ്റെ ലോക്ക് സാധാ ലോക്കാണ് കേട്ടോ. ഒരു മെറ്റലിൻ്റെ പീസ് മുകളിലേക്ക് തിക്കിയെടുക്കുക. പിന്നെ ബാക്കിൽ ലോക്ക് നമ്മളെ ഹുണ്ടായിൻ്റെ കഴിക്കണ പോലെ ഒരു 2 കമ്പി ഉണ്ടാക്കില്ല, കമ്പി ജസ്റ്റ് ഒന്ന് വീഴ്ത്തി കൊടുത്തിട്ട് അതൊന്ന് താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ കേബിൾ അഴിക്കേണ്ടത്. ഈ ഒരു ബ്ലാക്ക് കേബിൾ ഉണ്ടല്ലോ, അത് മാത്രമേ ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഇതിന് പൊക്കി കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു മെറ്റലിൻ്റെ ലോക്ക്, നമ്മൾ ബ്രേക്കിൻ്റെ ഒക്കെ പൈപ്പ് ലോക്ക് ചെയ്യില്ല ഷോക്കുമേ, അതേപോലത്തെ ലോക്കാണ്. ഓക്കെ, അത് പോകുന്നുണ്ട്. ഇനി നമുക്കിതാ ഈ കേബിള് ലിവർ അയക്കണം കേട്ടോ. ഇത് ഇനി ബാക്കിലേക്ക് തള്ളാനുള്ളൂ, ജസ്റ്റ് ആ കേബിൾ അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ. അതുണ്ട് 2 ലോക്ക് ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്തിട്ട് നേരെ താഴത്തേക്ക് പ്രസ് ചെയ്തെടുത്താൽ മതി. എന്താ ഇത് ബാക്കിലേക്ക് വലിച്ചെടുത്ത് ഞാൻ ആ കേബിൾ ഊരാൻ പറ്റുമോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ 4-12 ബോൾട്ട് ഉണ്ട്, അത് അയച്ചിട്ട് നേരെ പൊക്കിയെടുത്താൽ മതി കേട്ടോ. വലിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ 4-12 ബോൾട്ട് അയക്കണം. 4 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസോൾ മാറ്റി വയ്ക്കാം കേട്ടോ. ആ ഗിയർ ലിവറിൻ്റെ ആ കൺസോൾ മാറ്റി വയ്ക്കുക. പിന്നെ അവിടെ കുറച്ച് വയറിങ്ങും കാര്യങ്ങളുണ്ട്, എർത്തും കാര്യങ്ങളുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഇടുക. അപ്പോൾ ഓക്കെ, എല്ലാ ബോൾട്ടുകളും അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ജസ്റ്റ് വയറിങ്ങിൻ്റെ 2 ക്ലിപ്പാണ് കേട്ടോ. വയറിങ് അതിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാകും, അതൊന്ന് തള്ളി കൊടുക്കുക, അതൊന്ന് മാറ്റി കൊടുക്കുക. 2 വയറിങ്ങിൻ്റെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ.
അപ്പോൾ അതൊക്കെ അത് മാറ്റിയിട്ട് ഇനി അത് പൊക്കിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അതിന് മാറ്റി വയ്ക്കുക. അടുത്ത് നമുക്ക് ഈ വയറിങ് ഇതവിടെ ഒരു എർത്തുണ്ട്, ആ എർത്ത് അഴിക്കുക. പിന്നെ അതവിടെ രണ്ട് സോക്കറ്റ് ഉണ്ടായിരിക്കും, ആ സോക്കറ്റും അഴിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അത്രയുള്ള അവിടുത്തെ വയറിങ് കാര്യങ്ങൾ. പിന്നെ ആ ക്ലിപ്പൊന്ന് മാറ്റി വയ്ക്കണം. ഡാഷ്ബോർഡ് നമ്മൾ ബാക്കിലേക്ക് മറക്കില്ല, അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ വലിഞ്ഞോളും. അപ്പോൾ ആദ്യം നമുക്ക് എർത്ത് അഴിക്കണം കേട്ടോ. എർത്ത് അഴിക്കാൻ പോവാണ്. പിന്നെ അല്ലാതെ ഈ വയർ തയ്ക്കേണ്ട ആവശ്യമില്ല, സോക്കറ്റ് അവിടെ നിന്നോട്ടെ. അത് ഫുള്ളായിട്ട് ഉള്ളിൽ കൂടെ വയറുണ്ട്, അപ്പോൾ അത് കൂടി ഒന്നിച്ച് അതിനെ കൂടെ അഴിക്കാൻ പറ്റില്ല. അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എർത്ത് അഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ആ രണ്ട് സോക്കറ്റ് അഴിക്കണം. ഓക്കെ, അപ്പോൾ ആ രണ്ട് സോക്കറ്റ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കഴിക്കൽ ഇതാ ഡാഷ്ബോർഡിൻ്റെ ആ ക്രോസ് ഉണ്ടല്ലോ, ആ ക്രോസ് മെമ്പർ നമ്മളെ ചേസിലായിട്ട് ബോൾട്ട് ചെയ്തിട്ടുണ്ടാകും. 2 10-ൻ്റെ ബോൾട്ട് ഉണ്ടാകും, ആ ബോൾട്ട് അഴിക്കുക. അവിടെ 2 ബോൾട്ടുള്ളൂ കേട്ടോ, ആ 2 ബോൾട്ട് അഴിക്കുക. പിന്നെ ഈ സൈഡിൽ അഴിക്കാമല്ലോ, ഇതാ ഇവിടെ ഇതാ നമ്മളെ AC-ൻ്റെ വെൻറ്റിലേക്കുള്ള ആ കേബിളും കാര്യങ്ങളും കേട്ടോ. അത് ഔട്ടറിൽ നിന്ന് ഉള്ളിൽ നിന്ന് ലെയർ കൺട്രോൾ ചെയ്യുന്ന വാൽവ് ഉണ്ടല്ലോ, അതിൻ്റെ കേബിൾ അഴിക്കുക. പിന്നെ ഹീറ്റ് കൺട്രോളിൻ്റെ കേബിളുണ്ട്. പിന്നെ നമ്മളെ ഫേസിലോട്ടും കാലിലോട്ടൊക്കെ ആക്കണ വെൻറ്റിൻ്റെ കേബിളും ഉണ്ടായിരിക്കും. 3 കേബിൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് അഴിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് അഴിച്ച് മാറ്റുകയാണ്. പിന്നെ അവിടെ ഒരു വയറിംഗ് ഉണ്ടായിരിക്കും, റെസിസ്റ്റൻസിലേക്ക് പോകുന്ന വയറിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ബ്ലോവറിൻ്റെ മോട്ടറിലേക്ക് പോകുന്ന ഒരു വയറിംഗ് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് പിടിച്ചിടുക. അപ്പോൾ നമ്മൾ കേബിൾ പിടിച്ചിട്ടുണ്ടിരിക്കുക കേട്ടോ. ഇനി ഒരു കേബിളും കൂടി ഉണ്ട് കേട്ടോ, അത് അടിഭാഗത്തുണ്ട്. നമ്മൾ കൂളിംഗ് ഓയിൽ അസംബ്ലി ഡാഷ്ബോർഡിനൊപ്പം പോകില്ല, അതുകൊണ്ടാണ് ഈ കേബിളും കാര്യങ്ങളും അഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെസിസ്റ്റൻ്റെ ഒരു സോക്കറ്റ് അവിടെ ഉണ്ടായിരിക്കും, അതിൻ്റെ അടിയിൽ ബ്ലോവറിൻ്റെ സോക്കറ്റ് ഉണ്ടായിരിക്കും. ഡാഷ്ബോർഡ് വേറെ, കൂളിംഗ് ഓയിൽ അസംബ്ലി സെപ്പറേറ്റ് അവിടെ ഇരിക്കും. ഡാഷ്ബോർഡ് അഴിച്ചതിന് ശേഷം ഇത് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. റെസിസ്റ്റൻ്റെ സോക്കറ്റ് ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റിയേക്കുക. വയറിങ് അവിടെ ചിലപ്പോൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതും കൂടി ഒന്ന് അഴിച്ച് മാറ്റണം കേട്ടോ. ഇനി ബ്ലോവറിൻ്റെ ഒരു വയറിങ് ഉണ്ടായിരിക്കും, അത് അടിഭാഗത്തൂടെ കാണിച്ചു തരാം. ബ്ലോവറിൻ്റെ വയർ അവിടെ ഇരിക്കണ്ടോ, അത് ജസ്റ്റ് ഒരു അടപ്പുണ്ടായിരിക്കും അവിടെ, അത് ജസ്റ്റ് ഒന്ന് വെറുതെ കൈ കൊണ്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സോക്കറ്റ് അഴിച്ച് മാറ്റി കേട്ടോ. ബ്ലോവറിൻ്റെ സോക്കറ്റ് അഴിച്ചിട്ടുണ്ട്. ഞാൻ ക്ലിപ്പിംഗ് ഉണ്ടായിരിക്കും, ജസ്റ്റ് വയറൊന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടാകും, അതൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കേബിളും കൂടി നമുക്ക് അഴിക്കേണ്ട, ഒരു നീല കേബിളും ഉണ്ട് അവിടെ, ഹീറ്ററിൻ്റെ കേബിളാകും. അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ അഴിച്ച് മാറ്റണം. പിന്നെ സൈഡിൽ 3 സോക്കറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വയറും കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു കേബിളും കൂടി ഉണ്ട് കേട്ടോ, ആ കേബിളും കൂടി അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കേബിൾ. ആകെ മൊത്തത്തിൽ 3 കേബിളാണ് കേട്ടോ. ഒന്ന് അകത്തുനിന്നും പുറത്തുനിന്നും എയർ വലിക്കാനുള്ള ആ വെൻറ്റിൻ്റെ കേബിൾ, പിന്നെ നമ്മളെ മോഡ് മാറ്റാനുള്ള കേബിൾ, പിന്നെ ഒന്ന് ഹീറ്ററിൻ്റെ കേബിൾ. ഓക്കെ, അപ്പോൾ ആ കേബിളും നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വയറിങ്ങും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഉൾഭാഗത്തെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി അവിടെ നിന്നില്ല, ഇനി നമുക്ക് നേരെ ഈ സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതാ റൈറ്റ് സൈഡിലെ ഈ കൺസോളും കാര്യങ്ങളും അയക്കുന്നുണ്ട്. ഇനി ഇതാ ഈ വലിയ ഒരു ഗാർണിഷും കാര്യങ്ങളും അയക്കുന്നുണ്ട്. പിന്നെ അടിഭാഗത്തെ ആ ഒരു ഫ്ലാപ്പും കാര്യങ്ങളും അഴിക്കണം. അത് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ കേട്ടോ. പൊക്കുമ്പോൾ നോക്കി പൊക്കണം, പൊട്ടിക്കരുതൊന്നും. ഓക്കെ, അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ബോൾട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ സൈഡ് പില്ലറിൻ്റെ ആ ഒരു ഗാർണിഷ് അയക്കണം. ഓക്കെ, അത് അയച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇപ്പത്തെ സൈഡ് ഉണ്ടായിരിക്കും കേട്ടോ, അതും കൂടി അഴിച്ച് മാറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അയച്ചിട്ടുണ്ട്. അടുത്ത് നമുക്കിതാ ഈ ഒരു പാഡ് അയക്കണം. ആ പാഡ് അയച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വയറിങ്ങും കാര്യങ്ങളും അഴിക്കാം. സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ.
ഓക്കെ, അപ്പോൾ അത് അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്റ്റീറിംഗ് കോളം അത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഊരിയിട്ടാണ് കേട്ടോ. സ്റ്റീറിങ്ങിൻ്റെ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് താഴത്തേക്ക് വയ്ക്കണില്ല, ജസ്റ്റ് ഈ റാഡ് അഴിച്ചിട്ട് ഒന്ന് പൊക്കി വയ്ക്കണുള്ളൂ. അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എയർ ബാഗിലാണ് അത് ലോക്ക് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലോക്ക് സ്പ്രിങ് പൊട്ടും. അപ്പോൾ അത് 12 ബോൾട്ടാണ്, അത് ജസ്റ്റ് ഒന്ന് അഴിക്കുക, അടിഭാഗത്ത് അഴിച്ച് മാറ്റുക, മുകളിലത്തെ ലൂസാക്കുക, എന്നിട്ട് ജസ്റ്റ് മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അടിഭാഗത്തെ ബോൾട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകൾ ഭാഗത്തെ ബോൾട്ട് ഒന്ന് ലൂസായി കൊടുക്കണം. അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യമായിട്ട് അയക്കണവരാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അയച്ചില്ല എന്നുണ്ടെങ്കിൽ, ലോക്ക് ചെയ്തിട്ട് അയച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പോളും. ഓക്കെ, അപ്പോൾ അത് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതാ സ്റ്റീറിങ് കറക്റ്റ് സെൻറ്റർ ആക്കി വയ്ക്കുക. അതിന് ശേഷം ഇത് മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കീ വീട്ട് ഏതെങ്കിലും ഭാഗത്തേക്ക് ലോക്കാക്കി വയ്ക്കാം. ചിലത് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. ഇനി ഇതാ സ്റ്റീറിങ് കറക്റ്റായിട്ട് സെൻറ്ററാണ്. ഞാൻ കീ നൂരുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കാവും. പിന്നെ നമ്മൾ തിരിച്ച് വിറ്റുന്ന സമയത്ത് കീ ഇട്ടിട്ട് ലോക്ക് മാറ്റിയിട്ട് സെൻറ്റർ ആക്കിയിട്ട് അത് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് ലോക്കാക്കിയില്ല കേട്ടോ. അപ്പോൾ ലോക്കായിട്ടുണ്ട്. ലോക്കാക്കിയില്ല, അതിന് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെൻറ്റർ കറക്റ്റ് ഏതാ സെൻറ്റർ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ആ പീസ് ബോക്സിലേക്കില്ല ആ സോക്കറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റാം കേട്ടോ. ഡാഷ്ബോർഡിൽ നിന്ന് ബോഡിയിലേക്ക് പോകുന്നില്ല എല്ലാ സോക്കറ്റും കാര്യങ്ങളും അഴിക്കണം. അപ്പോൾ ഓരോ സോക്കറ്റുകളെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു വയറുണ്ട്, അത് ബോൾട്ട് വെച്ചിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അല്ല ഫ്ലവറാണ്, അത് അഴിച്ചു കൊടുക്കണം. പിന്നെ ഇതാ ഇത്രയും സോക്കറ്റും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിടാം കേട്ടോ. കുറച്ച് കൂടുതൽ സോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതായത് ബോഡിയിലേക്ക് പോകുന്നത്, അതായത് ഡാഷ്ബോർഡിൽ നിന്ന് ബോഡിയിലേക്ക് പോകുന്ന സോക്കറ്റാണ് ഫുൾ അയക്കണം. ഡാഷ്ബോർഡിലേക്ക് വരുന്ന സോക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ അയക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സോക്കറ്റുകളൊക്കെ അഴിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അത് അടിഭാഗത്തും ഉണ്ട് കേട്ടോ സോക്കറ്റുകൾ. ഓക്കെ, അപ്പോൾ അവിടുത്തെ സോക്കറ്റും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു വയർ അയക്കാണ്ട്. അപ്പോൾ ആ വയർ അയക്കണ്ടോ, ഫ്ലവറിൻ്റെ ഒരു ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ ബോൾട്ടൊന്ന് അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ വയർ താഴത്തേക്ക് ഇടാൻ പറ്റും. പിന്നെ അല്ലതാ ഈ മുടിയുള്ളിലേക്ക് ഇതാ 2 കപ്ലർ വന്നിട്ടുണ്ട്, സോക്കറ്റ് വന്നിട്ടുണ്ട്, അത് അഴിച്ച് മാറ്റണം. ഈ ഒരു സോക്കറ്റിൽ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, അത് എർത്താണ്. ആ എർത്ത് നേരെ ഡാഷ്ബോർഡിൻ്റെ മെറ്റൽ പീസിക്ക് എർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റണം കേട്ടോ. അല്ല, ഈ വയറിങ്ങനെ ഇവിടെ പോയിട്ടുണ്ട്. ഒരു 10ൻ്റെ ബോൾട്ട് വെച്ചിട്ട് എർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ആ 10ൻ്റെ ബോൾട്ട് നമ്മൾ അഴിക്കുന്നുണ്ടോ. ജസ്റ്റ് അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ അതാണ് ജസ്റ്റ് അവിടെ തൂങ്ങി കേട്ടോ. ബാക്കി ഭാഗം നേരെ പോകുന്നത് ചേസിൻ്റെ വയറിംഗ് കിറ്റിലേക്കാണ്, അതായത് ബോഡിയിലെ വയറിംഗ് കിറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് അഴിച്ച് മാറ്റിയിട്ടുള്ളത്. ഞാൻ വയറിംഗ് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ക്ലിപ്പും കാര്യങ്ങളൊന്ന് അഴിച്ച് മാറ്റി കൊടുക്കുക.
അപ്പോൾ അടുത്ത നമുക്ക് കഴിക്കല്ലത് ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അത് ബോഡിയിലേക്കും ഡാഷ്ബോർഡിലേക്കും കണക്ട് ചെയ്തിട്ടുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. 12 3 ബോൾട്ട് ഉണ്ടായിരിക്കും. അത് അഴിച്ച് മാറ്റണം. അപ്പോൾ ആ ബോൾട്ടുകൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ബ്രാക്കറ്റും കൂടി ഉണ്ട് ബോഡിയിലേക്ക് കണക്ട് ചെയ്യാൻ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു 10 ബോൾട്ട് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് അഴിച്ച് മാറ്റിയാണ്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ കഴിയാനായിട്ട് കേട്ടോ അടിഭാഗത്തെ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സോക്കറ്റ് അഴിക്കാണ്ട് പറഞ്ഞില്ലേ, ഒരു 3 സോക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ 3 സോക്കറ്റുകൾ അഴിച്ച് മാറ്റിക്കുക. മൂന്നല്ല 4 ഉണ്ട്. ഇതടക്കം 3. പിന്നെ അത് മുകളിൽ ഒരു സോക്കറ്റും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് അഴിച്ച് മാറ്റിക്കുക. ഇതാണ് 4ാമത്തെ. ഓക്കെ, ഇനി ഒരു വയറിങ് ഉണ്ടല്ലോ, ആ മെറ്റലിലേക്ക് കണക്ട് ചെയ്യില്ല. ആ വയറിങ് ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അത് ഡാഷ്ബോർഡിലേക്ക് പോകുന്ന 2 വയറിങ് ഉണ്ട്. അതൊന്ന് ആ ക്ലിപ്പിംഗ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം അവിടുത്തെ പരിപാടി കഴിയിട്ടോ. ആ ഫസ്റ്റത്തെ 2 വയർ കണ്ടോ, ഈ 2 വയർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അടുത്ത നമുക്ക് ഊരല്ലത് ഈ ക്രോസിൻ്റെ ബോൾട്ട് വരണമെങ്കിൽ ഈ ഒരു ഗാർണിഷ് വരണം. ഇതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ബോൾട്ട് ഇതിനകത്ത് ഒരെണ്ണം വരുന്നുണ്ട്. ഇവിടെ ഒരു ബോൾട്ട്, അവിടെ ഒരു ബോൾട്ട്. പിന്നെ ഡോറിൻ്റെ ആ സൈഡിലാണ് ഒരു ബോൾട്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ. സൈഡിലെ ഗാർണിഷ് ഒന്ന് വലിച്ചൂരി കൊടുത്തായി. അപ്പോൾ ഇതാണ് അടുത്ത ബോൾട്ട്. അതേപോലെ അപ്പുറത്തെ സൈഡും ഉണ്ടായിരിക്കും. ഇനി അതൊന്നും നമുക്ക് അഴിച്ച് മാറ്റിക്കണം. അപ്പോൾ അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് കഴിക്കാനുള്ളത് ഈ ക്രോസിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്ന് ബോഡിയിലേക്ക് ഒരു ബോൾട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു 10 ബോൾട്ട്, ചെറിയൊരു തകിട് പോലെ കൊടുത്തിട്ടുണ്ട്. 10 ബോൾട്ട്. ആ 10 ബോൾട്ടും കൂടി അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അഴിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡാഷ്ബോർഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. വേറെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് പുറത്തേക്ക് മറക്കാം കേട്ടോ. കൂളിംഗ് ഓയിൽ അസംബ്ലി അവിടെ ഇരിക്കും. ഡാഷ്ബോർഡ് മാത്രമേ പുറത്തേക്ക് പോരുള്ളൂ. ബാക്കിലേക്ക് മറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ സീറ്റിലേക്ക് മറച്ച് വയ്ക്കും കേട്ടോ. ഒരു 10 ബോൾട്ടും കൊണ്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ബോഡിയിൽ നിന്ന് നേരെ ഡാഷ്ബോർഡിലേക്ക് ഒരു 10 ബോൾട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് റൈറ്റ് സൈഡിലില്ല, ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ 10 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് അഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൂടി അഴിച്ച് നേരെ ഡാഷ്ബോർഡ് പുറത്തേക്ക് പോരാം. ഓക്കെ, ഡാഷ്ബോർഡ് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാഷ്ബോർഡ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കാനുള്ളത് കൂളിംഗ് ഓയിൽ അസംബ്ലി. അപ്പോൾ കൂളിംഗ് ഓയിൽ അസംബ്ലി അഴിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവിടുന്ന് ഹീറ്റർ കോയിലിൻ്റെ കണക്ഷൻ ഊരിയെടുക്കണം. പിന്നെ ഇവാബേറ്ററിക്കുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കണം കേട്ടോ. അത് നേരെ എഞ്ചിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഹീറ്ററിൻ്റെ പൈപ്പ് 2 ഉണ്ടായിരിക്കും. പിന്നെ നമ്മളെ AC പൈപ്പും, ആ 2 പൈപ്പും കൂടി ഊരിയിടണം. പിന്നെ ഒരു ബോൾട്ടും കൂടി ഉണ്ട് കേട്ടോ. ഹീറ്ററിൻ്റെ ഒരു ബോൾട്ട് അല്ല, ഇവാബേറ്ററിൻ്റെ ഒരു ബോൾട്ട്, ഒരു ഞെട്ട് ഈ എഞ്ചിൻ റൂമിലാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം വഴിയെ. അപ്പോൾ അവിടെ പൈപ്പും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മളെ തെർമസിൻ്റെ കപ്ലർ ഊരിയിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് 2 സെപ്പറേറ്റ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ബ്ലോവറിൻ്റെ പോർഷൻ കഴിക്കും. പിന്നെ അവിടെ 2 ഞെട്ടുണ്ടായിരിക്കും 10. മൊത്തത്തിൽ 2 4 ഒരു 6 ഞെട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഡ്രൈനേജിൻ്റെ ഓസ് ഒന്ന് അഴിച്ച് മാറ്റിയിരിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്ലോവറിൻ്റെ അസംബ്ലി മാത്രമായിട്ട് സെപ്പറേറ്റ് മാറ്റിയേക്കാം. അതിന് ശേഷം ഈ വാബേറ്റിൻ്റെ ഇതും 2 രീതിയിൽ എടുക്കും കേട്ടോ. ഒന്നെങ്കിൽ അങ്ങനെ അയക്കുക, അല്ലാതെ ഇങ്ങനെ അയക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലോവറിൻ്റെ അസംബ്ലി അയച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി 2 10 ബോൾട്ടും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോവറിൻ്റെ അസംബ്ലി മാത്രം സെപ്പറേറ്റ് കിട്ടും.
അപ്പോൾ അതും കൂടി കഴിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം അയച്ചിട്ടുണ്ട്. നമ്മൾ ഇത് സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ കൂളിംഗ് ഓയിലിൻ്റെ ആ ഒരു ബോക്സും കൂടി മാറ്റാണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. മുകളിലത്തെ 2 ഞെട്ടല്ല, അടിഭാഗത്തൊരു ആ ഞെട്ട് വരുന്നത് എൻജിൻ റൂമിൻ്റെ അവിടെ നിന്ന് കേട്ടോ. ഒരു 12 ഞെട്ട് കാണാണ്ടോ. ആ ബ്രേക്ക് ഓസിൻ്റെ പൈപ്പിൻ്റെ ഒക്കെ സെൻറ്ററിൽ ഒരു ഞെട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു 12 ഞെട്ട് ജസ്റ്റ് ഒന്ന് അഴിക്കണം. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലൂസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈയിടാനത്തിൽ റിസ്ക് ഉണ്ടാവും, എന്നാലും എങ്ങനെയൊക്കെ നമ്മൾ അയച്ചെടുക്കും. ലൂസാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കണത്. അപ്പോൾ അതെല്ലാം അയച്ചിട്ടുണ്ട്. ഇനി ഇതാ കൂളിംഗ് ഓയിലിൻ്റെ അസംബ്ലി പുറത്തേക്ക് എടുക്കാം കേട്ടോ. നേരെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് പോകുന്നുണ്ട്. ഇനി നമുക്ക് പുറത്ത് ഇട്ടിട്ട് വേണം കൂളിംഗ് ഓയിൽ അയച്ചെടുക്കാം. അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ മുകളിലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ചൊരു 4-5 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ ഒരു ഭാഗം അയച്ചെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിത് എടുക്കണം കേട്ടോ. വേറെ മൊത്തത്തിൽ പൊളിച്ച് അടക്കണമൊന്നുമില്ല. ഈ ഒരു ഭാഗം മാത്രം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു സ്ക്രൂണിയും വരുന്നുണ്ട്. അതും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുകളിലേക്ക് പൊക്കിയെടുക്കാം. പൊക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു വൈറ്റ് ഇത് ഉണ്ടല്ലോ, ആ ഒരു മോഡ് മാറ്റി കൊടുക്കണം. അല്ലാതെ തന്നെ അവിടെ തടയും. അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തിരിച്ചു കൊടുത്താൽ മതി. ഒന്നിച്ച് വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ എവിടെയും തടഞ്ഞു നിൽക്കണമെങ്കിൽ പൂട്ടി പോകും കേട്ടോ. അപ്പോൾ അത് ആ ചക്രത്തിൻ്റെ അവിടെ കുടുങ്ങിയാണ് കേട്ടോ, ആ വൈറ്റ് ഇത്. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ക്രൂ കൂടി ഉണ്ട്, ചെറിയൊരു പോർഷൻ കൂടെ വയ്ക്കാണ്ട്. എന്നാൽ നമുക്ക് കൂളിംഗ് ഓയിൽ നേരെ മുകളിലേക്ക് പൊക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് പൊക്കിയെടുത്താൽ മതി. ആ പൈപ്പിൽ പിടിച്ചിട്ട് ആണ് പൊക്കിയെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു കേട്ടോ. അവസ്ഥ പറഞ്ഞാൽ പരിതാപകരമാണ്, വളരെ പരിതാപകരമാണ്. ഇത് കണ്ടോ, ഇത്രയും അഴുക്കതിന് കയറി കിടക്കണം. AC ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട്. ഇത് വണ്ടി എടുത്തന്ന് മുതൽ അഴുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടാണ് AC-ക്ക് ആ ഒരു എയർ ഫ്ലോ വരുന്നത്. AC-ക്ക് തണുപ്പും ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ എയർ ഫ്ലോ കിട്ടാതെ ഈ ഒരു സാധനം അടഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് AC ഫിൽറ്റർ ഇട്ടിട്ടില്ല. ഇത്രയും ലക്ഷം കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് കമ്പനിക്കാർക്ക് ഒരു AC ഫിൽറ്റർ ഇടാൻ പറ്റില്ല. അവിടെ നമ്മളെ ഡമ്മി കൊടുത്തിട്ടുണ്ട്, പക്ഷേ AC ഫിൽറ്റർ ഇട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണം, ഈ സാധനം കട്ട് ചെയ്തിട്ട് അതിനകത്ത് AC ഫിൽറ്റർ ഇടും, പുതിയ AC ഫിൽറ്റർ ഇടും. പിന്നെ ഈ ഡസ്റ്റും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് പോയില്ല, AC ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. ഇത്രയും ലക്ഷം കൊടുത്ത് വാങ്ങണ ഒരു വണ്ടിക്ക് AC ഫിൽറ്റർ ഇടാൻ കമ്പനിക്കാർ പറ്റിയില്ല. ഇത് പല കമ്പനിക്കാരുണ്ടോ, ഹോണ്ട മാത്രമല്ല മാരുതിയിലും പല വണ്ടികൾക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്പനിക്കാർ AC ഫിൽറ്റർ ആ വെറുതെ ഡമ്മി കൊടുത്ത് വിടും. ജസ്റ്റ് ഒരു AC ഫിൽറ്റർ കൊടുത്താൽ മതി, പ്രശ്നങ്ങളില്ല. ഇതുകൊണ്ട് നമുക്കൊരു ഡാഷ്ബോർഡ് വയ്ക്കാൻ കിട്ടിയെന്നുള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.